2025 വരാൻ പോവുകയാണ്. 2024 പലർക്കും പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിരുന്നായിരിക്കാം. അതേസമയം നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ട് ഇരിക്കുന്നവർക്ക് 2025, 24 മോശമാകാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 6-7 വർഷമായി എല്ലാ വർഷവും തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ഓരോ ദിക്കിലും ഈ വർഷം വരുന്ന നക്ഷത്രങ്ങൾ ഏതാണ്, അത് നിങ്ങൾ ഏത് രീതിയിൽ ആ റൂം ഉപയോഗിക്കുന്നു, അതിന് നിങ്ങൾക്ക് അവിടെ എന്ത് പരിഹാരം ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ സൗഭാഗ്യം വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്നുള്ളത് കഴിഞ്ഞ 6-7 വർഷമായി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഈ വർഷവും ഞാൻ നിങ്ങൾക്കുമായിട്ട് ആ പ്രോഗ്രാം ഷെയർ ചെയ്യുന്നതാണ്. ഇതിൽ ഒരു വീഡിയോയിൽ നിങ്ങൾക്കിതെല്ലാം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നിലും പിന്നിലും വരുന്ന വീഡിയോകൾ നിങ്ങൾ നോക്കുക. അതിനകത്ത് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും ഓരോ ദിക്കിൻ്റെയും കാര്യങ്ങൾ കൃത്യമായി അതിൽ പറയുന്നുണ്ട്. ഇന്ന് ഞാൻ പറയുന്നത് 2025 ഫെബ്രുവരി 4 മുതൽ 2026 ഫെബ്രുവരി 3 വരെയുള്ള കാലഘട്ടത്തിൻ്റെ കാര്യമാണ് പറയുന്നത്, ഒരു വർഷത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ പല പ്രോഗ്രാമുകളും പല യൂട്യൂബുകളും കണ്ടിട്ടുള്ളവർക്ക് മറ്റൊരു സംശയം വരും, സാറേ വേറൊരു വ്യക്തിയുടെ പ്രോഗ്രാം ഞാൻ കണ്ടായിരുന്നു, അതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുവർഷം തുടങ്ങുന്നത് 2025 ജനുവരി 29 മുതൽ 2026 ഫെബ്രുവരി 16 വരെയാണല്ലോ പറഞ്ഞാക്കുന്നത്. സാറിൻ്റെ ഡേറ്റ് ഫെബ്രുവരി 4, 3 എന്ന് തോന്നുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റിയും കൂടെ ഞാൻ തരാം. ഇത് 2 രീതിയിലാണ് ഇവിടെ കലണ്ടറുകൾ ഉള്ളത്. ഒന്ന്, ഫെങ്ഷുയുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് സോളാർ കലണ്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ഫെങ്ഷുയുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. സോളാർ കലണ്ടറിൽ ഈ വരുന്ന ഒരു വർഷം ഫെബ്രുവരി 4, ഫെബ്രുവരി 3 ഒരു വർഷമാണ് സോളാർ കലണ്ടർ. അത് വെച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ചില മാസ്റ്റേഴ്സ്, അത് ഞാൻ തെറ്റെന്നോ ശരിയെന്നോ പറയുന്നില്ല, ചില മാസ്റ്റേഴ്സ് ഈ അവരുടെ ഫെസ്റ്റിവൽ ന്യൂ ഇയർ ആരംഭിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂണാർ കലണ്ടറിനെ ബേസ് ചെയ്തിട്ടാണ്. ലൂണാർ കലണ്ടറിൽ ജനുവരി, അവിടെ ന്യൂ ഇയർ എന്ന് പറയുന്നത് ജനുവരി 29 മുതലാണ്. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഫെങ്ഷുയുമായി ബന്ധപ്പെട്ടുള്ളതായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇതെടുക്കുന്നത്. അപ്പോൾ അവരുടെ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ലൂണാർ കലണ്ടർ അനുസരിച്ചിട്ട് ജനുവരി 29 ജനുവരി 29 പിന്നെ 2025 തുടങ്ങി പിന്നെ 2026 ഫെബ്രുവരി 16 ഒരു വർഷം അവിടെ അവസാനിക്കും. അപ്പോൾ ഇത് ഒരു വ്യത്യാസം വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനൊരു സംശയം ഒരു പക്ഷേ പല വീഡിയോകൾ കാണുന്നവർക്ക് തോന്നുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തതാണ്. ഞാനിപ്പോൾ പറഞ്ഞു വന്നത് 2025 തെക്കു പടിഞ്ഞാറ് ഭാഗം, അതായത് ഏതൊരു വീടിൻ്റെയും കന്നിമൂല. ഇപ്പം നമുക്ക് കന്നിമൂലയെ പറ്റി ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കോൾസും കൺസൾട്ടിങ് ഒക്കെ ഒരുപാട് വരുന്നതാണ്. കാരണം കന്നിമൂല എല്ലാവർക്കും ഒരു വളരെ പ്രധാനപ്പെട്ടതും അല്ലെങ്കിൽ ഒരു പേടി സ്വപ്നമൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കന്നിമൂല എന്ന് പറയുന്നത്. അപ്പോൾ ഈ കന്നിമൂല പേടിക്കാനായിട്ട് ഒത്തിരി കാരണങ്ങളുണ്ട്. കാരണം കന്നിമൂലയിൽ നിന്ന് വരുന്ന ഏതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും ശരിയായ രീതിയിൽ സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ നിമിഷം നമുക്ക് ബുദ്ധിമുട്ടുകൾ വാസ്തുപ്രകാരം ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതെന്ന് പറയുമ്പോൾ ഈ സൗത്ത് വെസ്റ്റിൽ ഇരിക്കുന്ന ഇതെന്ന് പറയുന്നത് രാഹുവാണ്. അപ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അവിടെ വന്നാൽ നമുക്കുണ്ടാവും. ഇതിൽ ഓരോ ദിക്കിലും ഈ 9 ഗ്രഹങ്ങൾ അടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ 9 ഗ്രഹങ്ങൾ ഇരിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ വേറൊരു കണക്കുണ്ട്. അത് ഫെങ്ഷുയിൽ വരുന്നതല്ല, അത് നമ്മുടെ ജ്യോതിഷവും വാസ്തുവായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ രാഹു അങ്ങനെ ഓരോ ദിക്കുകളും സൗത്ത് ഈസ്റ്റിലാണെങ്കിൽ ശുക്രൻ ഇരിക്കുന്നു, അങ്ങനെ ഓരോ ദിക്കിലും അങ്ങനെയൊക്കെ വരുന്നുണ്ട്. നോർത്ത് ഈസ്റ്റിലാണെങ്കിൽ വ്യാഴം, അങ്ങനെ ഓരോ ദിക്കിനും ഓരോ ഗ്രഹങ്ങളെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ പറയുന്നില്ല. അപ്പോൾ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്ക് ഫെങ്ഷു ആണ്. ഫെങ്ഷുവിൽ ഇവിടെ വരുന്ന ഗ്രഹം എന്ന് പറയുന്ന, ഇവിടെ വരുന്ന സ്റ്റാർ എന്ന് പറയുന്നത് ഏതിലാണ്, ഈ 2025 തെക്ക് പടിഞ്ഞാറ് വരുന്ന നമ്പർ എന്ന് പറയുന്നത് 8. അപ്പോൾ നമുക്കറിയാം ഫെങ്ഷുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു നമ്പർ എന്ന് പറയുന്നത് 8. 8 എന്ന് പറയുമ്പോഴത്തേക്ക് എൻഡ്ലെസ് ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരേ ഒരു നമ്പർ 8 അപ്പോൾ ഫെങ്ഷുവിൽ 8 ഏറ്റവും സമ്പത്ത് തരുന്ന നമ്പറായിട്ട്. അപ്പോൾ ഇതിലൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ 20 വർഷങ്ങൾ കൂടുമ്പോഴുമാണ് ഓരോ നക്ഷത്രത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു ഗുണങ്ങൾ വന്നു ചേരുന്നത് എന്ന് പറയുന്നുണ്ട്. 2004 മുതൽ 2024 വരെ 8 ഏറ്റവും എൻ്റെ ടൈമിലായിരുന്നു. ഒരുപാട് സമ്പത്തും സൗഭാഗ്യങ്ങളും തന്നിട്ടുള്ളൊരു വർഷമായിരുന്നു. ആ ഒരു കാലഘട്ടമായിരുന്നു 8. ഇപ്പോൾ 8ൻ്റെ കാലഘട്ടം മാറി 9ലേക്ക് പോയി. എന്നിരുന്നാൽ പോലും 8 ഒരിക്കലും ഒരു നെഗറ്റീവ് സ്റ്റാർ ആകുന്നില്ല. 8 എന്നും സമ്പത്തിൻ്റെ നക്ഷത്രം തന്നെയാണ്. അപ്പോൾ ഈ പറയപ്പെടുന്ന 8 നമുക്ക് ഈ വർഷം വന്നിരിക്കുന്നത് എവിടെയാണ്, തെക്കു പടിഞ്ഞാറ് ഭാഗത്താണ്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് 8 വരുമ്പോൾ അത് നമുക്ക് സമ്പത്ത് തരും. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം? തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്ക് ബെഡ്റൂം ഉണ്ടാകുന്നത് വളരെ ഉത്തമമാണ്. കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇപ്പോൾ കേരളത്തിൽ ഭൂരിഭാഗം വാസ്തു
പ്രകാരം വെച്ച വീടുകളിലെല്ലാം ഭൂരിഭാഗം തെക്ക് പടിഞ്ഞാറായിരിക്കും ബെഡ്റൂം. അപ്പോൾ ആ ബെഡ്റൂമിൽ ഈ വർഷം കിടക്കുന്നതുകൊണ്ടൊരു കുഴപ്പമില്ല. കാരണം ഈ വർഷം അവിടെ 8 വന്നിട്ടുണ്ട്. നിലവിലുള്ള 2024 നിങ്ങൾ തെക്ക് പടിഞ്ഞാറ് ബെഡ്റൂമാണ് എടുത്തിരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഈ വർഷം ഒരു 9 നിപ്പുണ്ടായിരുന്നു. അത് ഒരുപാട് സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് അപ്പോൾ ചിലർ വീഡിയോ കാണുന്നവർ വേറെ എനിക്ക് സൗഭാഗ്യമൊന്നും കിട്ടിയില്ലല്ലോ, ഞാൻ ഈ പറഞ്ഞ തെക്ക് പടിഞ്ഞാറ് റൂമിലാണല്ലോ കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അവിടെ എന്തോ വാസ്തു പ്രോബ്ലം ഉണ്ട്. നല്ലൊരു കൺസൾട്ടിനെ കാണിച്ചത് കാണിക്കണം. അങ്ങനെ നിങ്ങൾക്ക് വാസ്തു പ്രോബ്ലം ഇല്ലായിരുന്നുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ തെക്ക് പടിഞ്ഞാറ് നിങ്ങൾ ഈ വർഷം കിടന്നെങ്കിൽ നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം എൻ്റെ അനുഭവത്തിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ ക്ലയൻറ്റുകളുടെ അനുഭവത്തിൽ നിന്നാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ പഠിച്ച കാര്യങ്ങൾ ആദ്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കി. എനിക്ക് അവിടുന്ന് റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഞാനത് ചെയ്തു. അവിടെയെല്ലാം റിസൾട്ട് കണ്ടിട്ടാണ് ഞാൻ ഈ ഫെങ്ഷുയിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും റിസൾട്ടുണ്ട്. 100-ൽ 100 വീട്ടിനും റിസൾട്ട് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ചില വീടുകൾക്ക് റിസൾട്ട് കിട്ടാതെ പോയിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള മറ്റ് ചില കാരണങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് 8 വന്നിട്ടുണ്ട്. 8 നമുക്ക് സമ്പത്ത് തരുന്ന നമ്പറാണ്. ഇനി ഓരോ നമ്പറുകളും ഓരോ എലമെൻ്റ് ആണ്. 8 എന്ന് പറയുന്ന എലമെൻറ്റ് എർത്ത് എലമെൻ്റ് ആണ്. അപ്പോൾ പഞ്ചഭൂതങ്ങളുടെ ഒരു തിയറി ഇതിനകത്തുണ്ട്. അത് വെച്ചിട്ടാണ് ഫെങ്ഷുയി ബാലൻസ് ചെയ്യുന്നത്. ഇപ്പോൾ പഞ്ചഭൂതങ്ങളാലാണ് ശരീരവും ഈ പ്രപഞ്ചവും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഇതിനകത്ത് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ ഭൂമി, വായു, ആകാശം, അഗ്നി, ജലം എന്നുള്ളത് ഇവിടെ മാറി 2 എലമെൻറ്റുകൾ വരും. അതായത് വായുവും ആകാശവും ഇവിടെ മെറ്റലും വുഡുമായി മാറുന്നു. അതായത് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇതായിട്ട് മാറുന്നുണ്ട്. ഇതാണ് ഫെങ്ഷുയുടെ തിയറി. അപ്പോൾ ഫെങ്ഷുയി തിയറി പ്രകാരം ഇവിടെ വരുന്നിരിക്കുന്ന നമ്പർ 8 ആണ്. 8 എന്ന് പറയുന്ന എലമെൻറ്റ് എർത്ത് എലമെൻ്റ് ആണ്. അപ്പോൾ ഈ എർത്ത് എലമെൻറ്റിനെ ആ ഭാഗത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഈ 8ൻ്റെ സൗഭാഗ്യങ്ങൾ കൂടും. അപ്പോൾ എർത്ത് എലമെൻറ്റ് നമുക്ക് എന്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത ഒരു ചോദ്യം. അപ്പോൾ അവിടെ നമുക്ക് ഉപയോഗിക്കാവുന്ന എന്തൊക്കെയാണെന്നുള്ളത് പറയാം. ഇത് ഒരു ക്രിസ്റ്റൽ ബോളാണ്. അപ്പോൾ ഈ ക്രിസ്റ്റൽ ബോൾ നമുക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് 2 ക്രിസ്റ്റൽ ബോളുകൾ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അതെന്താണെന്ന് ഞാൻ മറ്റൊരു പ്രോഗ്രാമിൽ പറയാം. ഇപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് മറ്റൊരു പ്രോഗ്രാമിൽ പറയാം. അപ്പോൾ 2 ക്രിസ്റ്റൽ ബോളുകൾ നമുക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഹാങ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ടേബിളിൻ്റെ മുകളിൽ വെക്കാം. അപ്പം ഈ 8 എന്ത് ചെയ്യും? സ്വാഭാവികമായും കുറച്ചും കൂടെ സ്ട്രോങ് ആകും. സ്ട്രോങ് ആകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് എനർജിയും വെൽത്തും ഒക്കെ 8 തരും. അവിടെ ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ പിരമിഡാണ്. അതായത് എർത്ത് എന്ന് പറയുന്ന എലമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെൻറ്റ് ഫയറാണ്. അപ്പം ഈ പിരമിഡ് എപ്പോഴും ഫയർ എനർജിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പിരമിഡാണ്, അതിൻ്റെ ഒരു ഷേപ്പ് അതാണ്. അതേപോലെ തന്നെ ഇത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ക്രിസ്റ്റൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പവർ ഇരട്ടിയാവും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്ത് എനർജി ഇതിനകത്തുണ്ട്, ആ ഷേപ്പും ഉണ്ട്. അതായത് ക്രിസ്റ്റലിൻ്റെ എനർജിയും ഉണ്ട്, ഫയറിൻ്റെ എനർജിയും ഉണ്ട്. അപ്പോൾ ഇതിനെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഭാഗത്ത് പിരമിഡുകൾ വെക്കുന്നത് ഏറ്റവും നല്ലതായിട്ടാണ്. പിരമിഡ് വെച്ച് മാത്രം നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മറ്റു പല പ്രോഗ്രാമിലായിട്ട് പറയാം. പിരമിഡ് വാസ്തു എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ഇതുണ്ട്. അപ്പം നമുക്കൊരു വീടിനെ പിരമിഡ് വെച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ എനർജിയിലേക്ക് കൊണ്ടുവരാനായിട്ടൊക്കെ അത് സാധിക്കും. അത് മറ്റൊരു പ്രോഗ്രാമിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. അടുത്തത് നമുക്ക് അവിടെ നാച്ചുറലായിട്ട് ചെയ്യാവുന്ന കുറേ ക്രിസ്റ്റൽസ് ഉണ്ട്. നാച്ചുറലായിട്ട് ചെയ്യാവുന്ന, ഇപ്പോൾ ഇത് ഒരു നാച്ചുറൽ ക്രിസ്റ്റലാണ്. ഇതിൻ്റെ സിട്രിൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഒരു വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന സ്റ്റോൺസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ബ്രേസ്ലെറ്റ്, ഇതിൻ്റെ മറ്റേ ചെയിൻ, അങ്ങനെയുള്ള എല്ലാം നമുക്ക് കിട്ടുന്നതാണ്. ഇതൊക്കെ നമുക്ക് ധരിക്കുന്നത് സമ്പത്തിനെ ആകർഷിക്കാനുള്ള സാധനങ്ങളാണ്. അപ്പോൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ വാങ്ങിച്ച് ധരിച്ചാൽ പോരെ, ഇതിനൊക്കെ പോകേണ്ട കാര്യമുണ്ടോ എന്ന് മറ്റൊരു ചോദ്യമുണ്ട്. ഉറപ്പായിട്ട് ഇതെല്ലാം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, ഇതിൽ റിസൾട്ടും കാണുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളും എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങളും മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ഫീസും അവരെനിക്ക് തരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കാര്യവും നടക്കും, അവരുടെ കാര്യവും നടക്കും. ആ രീതിയിലാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ക്രിസ്റ്റൽസ് ഉപയോഗിക്കുന്നത് സമ്പത്ത് നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് നല്ലൊരു ടൂളായിട്ട് കണക്കാക്കാം. അപ്പം നമുക്ക് 2025 തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വന്നിരിക്കുന്ന സ്റ്റാർ 8 ആണ്. അത് എർത്ത് എനർജിയാണ്. അതിനെ നമുക്ക് ക്രിസ്റ്റൽസുകൾ കൂടുതൽ വെക്കുമ്പോഴും അല്ലെങ്കിൽ അതിനെ അനുയോജ്യമായിട്ടുള്ള മറ്റ് എലമെൻറ്റുകൾ വെക്കുമ്പോഴും ആ ഒരു എനർജി കൂടും, സൗഭാഗ്യം നമ്മളിലേക്ക് കൂടുതലായിട്ട് വരും. അപ്പോൾ ഇത്തരത്തിൽ തെക്ക് പടിഞ്ഞാറ് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളൊരു വർഷമായി 2025 ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.